എല്ലാ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് അറബിക് സൂപ്പ് അല്ലെങ്കിൽ കാമൽ മരാഗ് എങ്ങനെ ഉണ്ടാക്കും എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഈസിയായി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാം എന്നതും നല്ല ഫാറ്റ് കിട്ടും എന്നതും ഈ റെസിപ്പിയുടെ പ്രത്യേകതയാണ്. വേവായി കഴിയുമ്പോൾ ഇറച്ചിയിലുള്ള ഫാറ്റെല്ലാം സൂപ്പിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും. ഇത് നമുക്കൊരു ബൗളിലെടുത്ത് കുടിക്കാം. പിന്നെ ബാക്കിയുള്ള ഇറച്ചി തനിച്ച് കഴിക്കാം, ഉപ്പേരിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് സാലഡിൻ്റെ കൂടെ മിക്സാക്കി കഴിക്കാം. അറബിക് മരാഗിലേക്ക് ഉപയോഗിക്കുന്നത് കബ്സ മസാലയാണ്. മിഡിൽ ഈസ്റ്റിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും സ്പൈസസ് കടയിലും കബ്സ മസാല ലഭ്യമാണ്. അതുപോലെ നാട്ടിൽ എല്ലാ ചെറിയ ടൗണിലും കബ്സ മസാല കിട്ടുന്നതാണ്. അറബ്സ് ഹോട്ടലുകളിലും യമനികളുടെ ഹോട്ടലുകളിലും അറബിക് മരാഗ് സുലഭമായി കിട്ടുന്നതാണ്. ഹോട്ടലുകളിൽ പ്രധാനമായും മട്ടന് വെച്ചാണ് മരാഗ് ചെയ്യാറുള്ളത്. ചിക്കനും ലഭിക്കാറുണ്ട്. ഇവിടെ ഞാൻ കാമൽ കൊണ്ടാണ് മരാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു മുന്നേ ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും ഉണ്ടാക്കിയിരുന്നു. അതിൽ ബീഫാണ് ഏറ്റവും ടേസ്റ്റി ആയത്. ഇനി ഈ റെസിപ്പിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ കാമൽ മീറ്റാണ് വിത്ത് ബോൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മീറ്റും എടുക്കാം. പിന്നെ കബ്സ സ്പൈസ് മിക്സ് 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും വേണം, കുറഞ്ഞ അളവിൽ സവാളയും വേണം, 2 പച്ചമുളകും 3 വെളുത്തുള്ളി അല്ലിയും എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ കബ്സ മസാല തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മല്ലി, അത് പൊടിക്കാത്ത മല്ലിയാണ് 1/4 ടീസ്പൂൺ അളവ് പറഞ്ഞത്. പിന്നെ 3 ഏലക്കായ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് പട്ട പൊടിച്ചതും പൂവ് പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും. ഇനി നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ഒരു ബേ ലീഫും, പിന്നെ 3 ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവറും, ഹിന്ദിയിൽ കൽപ്പാസി എന്ന് പറയും. ഇത് ഇന്ത്യയിലെ ഒരു സ്പൈസ് തന്നെയാണ്. ഇനി സൂപ്പ് ഉണ്ടാക്കാം. ഇറച്ചിയെ ഒരു കുക്കറിലേക്ക് ചേർക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി കബ്സ സ്പൈസസ് ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി അല്ലിയും പച്ചമുളകും തക്കാളിയും സവാളയും ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ഇട്ട് ഇനി എത്രത്തോളം സൂപ്പ് നിങ്ങൾക്ക് വേണം അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ചു വെച്ച് തീ ഓണാക്കാം. ഒരു വിസൽ വന്നു കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് വരെ വേവിക്കാം. കാമൽ ആയതുകൊണ്ടാണ് 45 മിനിറ്റ് പറഞ്ഞത്. ചൂടാറിയ ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ മീറ്റെല്ലാം വെന്തിട്ടുണ്ട്. ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്ത് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.